നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഒരു സ്പെഷ്യൽ ചോറുവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വന്ന ചോറ് കളയാറാണ് പതിവ്. എന്നാൽ ഇനി അങ്ങനെ ചെയ്യേണ്ടതില്ല. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കൊരു ഈസി ആൻഡ് ടേസ്റ്റി ചോറുവട ഉണ്ടാക്കാം. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ്. ഞാൻ 2 ഗ്ലാസ് വേവിച്ച് വെച്ച ചോറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, അത് കൊത്തി അരിഞ്ഞു വെക്കണം. പിന്നീട് 2 പച്ചമുളക് കൊത്തി അരിഞ്ഞു വെച്ചത് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടാം. പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും വേണം. പിന്നെ വേണ്ട സാധനം അരിപ്പൊടിയാണ്. അരിപ്പൊടി ഈ മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചോറ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മാവിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കയ്യിലെടുത്ത് പരത്താൻ പാകത്തിന് ഒരു കട്ടി വേണം. അതിനനുസരിച്ചുള്ള അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കയ്യിലെടുത്തിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക, ഇത് പരത്താനുള്ള കട്ടി ആയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അരിപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. ഇത് പൊരിക്കുമ്പോൾ ആദ്യം തന്നെ കയ്യിൽ അല്പം വെള്ളം കൊണ്ട് എന്തെങ്കിലും നനച്ചതിന് ശേഷം ഒരു ഉരുള മാവ് കയ്യിലേക്ക് എടുത്തിട്ട് പരത്തി കൊടുക്കാം. അത് കയ്യിലൊന്നിട്ട് പ്രസ് ചെയ്തതിന് ശേഷം വിരൽ കൊണ്ട് തന്നെ ഒന്ന് തുളയിട്ട് നേരെ എണ്ണയിലേക്ക് ഇടണം. അധിക സമയം കയ്യിൽ വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് പരത്തിയതിന് ശേഷം നേരെ എണ്ണയിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മൾ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മറിച്ചിടാം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് വട റെഡി ആയിരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്തേണ്ടതാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്